എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എം പത്മകുമാർ സംവിധാനം ചെയ്ത് റോഷൻ മാത്യു, ശ്രുതി മേനോൻ, ബൈജു സന്തോഷ് ഇവരൊക്കെ അഭിനയിച്ച ഉയിർ എന്ന പേരുള്ള ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കണ്ടു. യാതൊരു മുൻവിധിയുമില്ലാതെ കണ്ടതാണ്. ഇന്ന് അവധിയായതുകൊണ്ട് വലിയ പ്ലാനൊന്നുമില്ലാതെ ജസ്റ്റ് പോയി കണ്ടു. ഇന്ന് റിലീസാകുന്ന സിനിമ ആയതുകൊണ്ട് കണ്ടു. അപ്പോൾ പതിവ് പോലെ തന്നെ ഉയിർ എന്നത് ഒരു നമ്മൾ ആവർത്തന വിരസത തോന്നുന്ന രീതിയിലുള്ള ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ടാണ് തോന്നിയത്. അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇന്റർവെല്ലായാലും ഏതാണ്ട് സിനിമ തീരാറാകുന്ന സമയത്ത് വരെ പോലും ഒരു പ്രത്യേകതയൊന്നും സിനിമയിൽ അധികമായിട്ട് തോന്നിയില്ല. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനമൊക്കെ മോശമല്ലാത്ത രീതിയിൽ പോയി. പക്ഷേ എം പത്മകുമാറിന്റെ സംവിധാന ശൈലി തന്നെയാണ് സിനിമയെ ഒരു പതിവ് പാറ്റേണിൽ ഇങ്ങനെ കൊണ്ടുപോയി. യാതൊരുവിധ ഒരു ഗ്രിപ്പും ഒരു ഇമ്പാക്റ്റും ഒന്നും തരാത്ത രീതിയിലുള്ള ഒരു പോക്കായിരുന്നു സിനിമയുടെ പോക്ക്. മോശമെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ യാതൊരു പ്രത്യേകതയും ഇല്ലാത്ത ഒരു സാധാരണ സിനിമ എന്നുള്ള രീതിയിൽ, ഒരു ചെറിയ ക്യാൻവാസിലെടുത്ത ഒരു സാധാരണ സിനിമ എന്നുള്ള രീതിയിൽ പടം പോയി ഒരു 85%. എന്നാൽ അവസാനത്തെ ഒരു 15%, അതായത് ഒരു ലാസ്റ്റത്തെ ഒരു 20 മിനിറ്റോ ഒരു 15 മിനിറ്റോ അടങ്ങുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ സിനിമ മൊത്തത്തിൽ അതുവരെ ഫോളോ ചെയ്തിരുന്ന ഒരു പാറ്റേൺ മാറി മറ്റൊരു തലത്തിലേക്ക് സിനിമ നീങ്ങി. അതുവരെ കണ്ടുവരുന്ന ആ രീതിയിലാണ് സിനിമ അവസാനിച്ചിരുന്നതെങ്കിൽ യാതൊരുവിധ ഇമ്പാക്റ്റും തരാത്ത ഒരു ആവറേജ് ലെവലിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് സിനിമ അങ്ങ് തീർന്നേനെ. പക്ഷേ എന്ത് ബുദ്ധിയാണ് അവിടെ ഉപയോഗിച്ചതെന്നറിയില്ല, സിനിമയെ നേരെ അതിനെ മറ്റൊരു ഇമോഷണൽ ലെവലിലേക്ക്, കുറച്ച് ചൈൽഡ് സെന്റിമെന്റ്സ് ഒക്കെ കയറ്റുന്ന രീതിയിൽ, ചൈൽഡ് സെന്റിമെന്റ്സ് മലയാളികൾക്ക് അന്നും ഇന്നും മനസ്സിൽ തട്ടുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കരമായ എഫക്റ്റ് ഉള്ള ഒരു സാധനമാണ്. അതേപോലെ എല്ലാ തരത്തിലും നല്ലൊരു കണ്ടിറങ്ങുന്ന വ്യക്തികൾക്ക് മനസ്സിൽ തട്ടുന്ന രീതിയിലുള്ള കുറച്ച് ഇമോഷണൽ സീൻസ് സിനിമയ്ക്കകത്ത് അവസാനത്തെ ഒരു 15 മിനിറ്റ് ഇൻക്ലൂഡ് ചെയ്തു. അതും കുറച്ച് നല്ല ക്യാൻവാസിൽ എടുത്തതാണ്. കുറച്ച് വലിയ ബാക്ക്ഗ്രൗണ്ടിൽ, വലിയ അവസാനത്തെ നിമിഷങ്ങളിൽ ഒതുങ്ങിക്കൂടി നിന്ന ഒരു ചെറിയ സിനിമ എന്നുള്ള രീതിയിൽ നിന്ന ഈ സിനിമ പിന്നെ കുറച്ച് ട്രാവലും, ട്രെയിനും, റെയിൽവേസും, പല പല ലൊക്കേഷൻസും, ഇന്ത്യയിലെ പല പല ഭാഗങ്ങളുമൊക്കെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷനായി മാറി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ കണ്ടിറങ്ങുമ്പോൾ ഏതൊരു വ്യക്തിക്കും മനസ്സിൽ ചെറിയൊരു നൊമ്പരത്തോടെ പുറത്തിറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ചില ഇമോഷണൽ സീൻസ് ഉൾപ്പെടുന്ന രീതിയിൽ ആ സിനിമ അങ്ങ് അവസാനിച്ചു. ഇനി ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള രംഗം ഈ സിനിമയ്ക്ക് ഉചിതമായതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയാം. അങ്ങനെ അല്ല ആ സിനിമ തുടങ്ങിയതും അത് നീങ്ങിയതും. പക്ഷെ അവസാനം ആ സിനിമ ഒരു ഫാമിലി എന്റർടൈനർ എന്നുള്ള ഒരു പാറ്റേണിലേക്ക് ഷിഫ്റ്റ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ രംഗങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് പോയത്. ഒരു പാളിച്ചയും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ കണ്ടിറങ്ങുന്ന വ്യക്തികൾക്ക് മനസ്സിൽ കുറച്ച് വിഷമത്തോടെ അല്ലെങ്കിൽ ഒരു നൊമ്പരത്തോടെ ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള രംഗങ്ങളായിരുന്നു. അതാണ് ഈ സിനിമയിൽ ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. അല്ലാതെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഭയങ്കരമായ പ്രകടനങ്ങളോ അല്ലെങ്കിൽ സിറ്റുവേഷൻസോ ഭയങ്കരമായ ട്വിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കൊന്നും തോന്നാത്ത രീതിയിലുള്ള ഒരു അവതരണ ശൈലി. അപ്പോൾ ഈ സിനിമയെ പറ്റി അമിതമായിട്ടൊന്നും പറയാനില്ല. ഇതൊരു എക്സ്ട്രാ ഓർഡിനറി ഫിലിം അങ്ങനെയൊന്നും പറയാനില്ല. ഇതൊരു സാധാരണ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. പക്ഷെ അവസാനത്തെ ഒരു 15 മിനിറ്റ് കണ്ട് തീരുമ്പോൾ നമുക്ക് മനസ്സിൽ കുറച്ചൊരു എഫക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കുറച്ച് രംഗങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇതിനപ്പുറം ഒട്ടും ഉയർന്നിട്ടില്ല. അത് ഇപ്പോഴും എൻ്റെ കണ്ണിൽ ഒരു ആവറേജ് മൂവി അല്ലെങ്കിൽ എബോവ് ആവറേജ് ആ ലെവലിൽ തന്നെ നിൽക്കുന്ന ഒരു സിനിമ എന്ന് തന്നെ പറയാം. എടുത്തു പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ആരും മോശമായ പ്രകടനങ്ങളോ അങ്ങനെ ഒന്നുമില്ല. കഥ, തിരക്കഥ, സംഭാഷണ, സംവിധാനം എല്ലാം ശരാശരി നിലവാരം കീപ്പ് ചെയ്യുന്ന ഒരു നല്ല സിനിമ എന്ന് പറഞ്ഞു നിർത്താം. അതിനപ്പുറം ഒന്നുമല്ല ഉയിർ എന്ന ഈ സിനിമ.